ഹായ്, ഇന്നത്തെ റെസിപ്പി ബ്രെഡ് മാംഗോ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടൊരു പുഡിങ്ങാണ് കേട്ടത്. കുറഞ്ഞ സമയം മാത്രം മതി ഇട്ടത് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതാ നല്ല പഴുത്ത 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തൊലിയെല്ലാം കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൽ 2 പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള പീസുകളിലൊക്കെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണേ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ അടിച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണേ. ഈ മധുരത്തിന് വേണ്ടിയിട്ടൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു കസ്റ്റർഡ് റെഡിയാക്കി എടുക്കട്ടോ. 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടോ. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. പിന്നെ ഞാൻ എടുത്തത് ഒരു 1/2 കപ്പ് പാലാണ്. ടോട്ടൽ വേണ്ടത് 2 കപ്പ് പാലാണ്. ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ച് കൊടുക്കട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച കസ്റ്റർഡ് മിക്സ് ഒഴിച്ച് കൊടുക്കട്ടോ. ഒന്നും കൂടി ഇളക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. എന്നിട്ടൊന്ന് കുറുക്കിയെടുക്കട്ടോ. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയും മതി. ഇനിയിപ്പോൾ ഒന്ന് സ്റ്റൗ ഓഫ് ചെയ്യട്ടെ. ഇത് ചൂടാറി ഒന്നും കൂടെ കട്ടിയായി കിട്ടുട്ടോ. പിന്നെ വേണ്ടതൊരു 4 പീസ് ബ്രെഡാണ്. ഇതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസ് ബ്രെഡും ഈ മാംഗോ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് നിരത്തി വെച്ച് കൊടുക്കട്ടോ. ഇതിൻ്റെ മേലെ കസ്റ്റർഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കട്ട് ചെയ്ത മാംഗോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ചൊരു ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ചുരുങ്ങിയതൊരു 4 മണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.